നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ +2-ന് സയൻസ് പഠിച്ചവർക്ക്, പ്രത്യേകിച്ച് ബയോളജി ഒക്കെ പഠിച്ചവർക്ക് മെഡിസിൻ മാറ്റി നിർത്തിയാൽ പിന്നെ ഉള്ള ഒരു വലിയ ഓപ്ഷന് ഈ പാരാമെഡിക്കൽ കോഴ്സുകളാണ്. അതായത് ഈ ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ വിവിധ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളെയാണ് പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഡോക്ടേഴ്സിനെ വിവിധ മേഖലകളിൽ അസിസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ ആശുപത്രികളുടെ ക്ലിനിക്കുകളുടെയൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന ജോലികളെയാണ് പാരാമെഡിക്കൽ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നേഴ്സിംഗ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, അല്ലെ ഫാർമസി, റേഡിയോളജി, ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഒരു 3-4 വർഷത്തെ പഠനം കൊണ്ട് പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എത്താം എന്നുള്ളതാണ് ഈ പാരാമെഡിക്കൽ കോഴ്സുകളുടെ വലിയൊരു ആകർഷക ഘടകം. അപ്പോഴും ഈ നീറ്റ് പരീക്ഷയിൽ വലിയ പ്രതീക്ഷയില്ലാത്തവർക്ക്, അതല്ലെങ്കിൽ ഈ കേരള ഗവൺമെന്റ് ഒക്കെ നടത്തുന്ന LBS റിക്രൂട്ട്മെന്റുകളിലൂടെ പാരാമെഡിക്കൽ പഠനങ്ങളിലേക്ക് എത്തുവാൻ കഴിയാത്തവർക്ക്, പ്രത്യേകിച്ച് വളരെ ഉയർന്ന മാർക്ക് നേടി എത്തുവാൻ കഴിയാത്തവർക്ക് ഉള്ള ചില അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എൻട്രൻസ് ഒന്നും ഇല്ലാതെ +2-ന് ഒരു 55% മാർക്കൊക്കെ നേടിയവർക്കും വലിയ പണച്ചെലവൊന്നും ഇല്ലാതെ എന്നാൽ മികച്ച ജോലി അവസരങ്ങളുള്ള പാരാമെഡിക്കൽ മേഖലയിലേക്ക് എത്തുവാൻ പറ്റുന്ന ചില പഠന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ നീറ്റ് പരീക്ഷ, അതല്ലെങ്കിൽ നേഴ്സിംഗ് പഠനം, ഇതൊന്നും അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് LBS വഴിയുള്ള പാരാമെഡിക്കൽ പഠനങ്ങൾ, ഇങ്ങനെയുള്ള അതല്ലെങ്കിൽ നീറ്റ് കിട്ടാത്തവർക്കും ഉയർന്ന പഠന ശേഷിയുള്ളവർക്കുള്ള പ്ലാൻ B അവസരങ്ങൾ, ഇതൊക്കെ വിശദമാക്കുന്ന പല വീഡിയോകളും ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അതും പരിശോധിക്കാവുന്നതാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഓർക്കുക, ഈ ഫാർമസി ഒഴിച്ചുള്ള പല പാരാമെഡിക്കൽ കോഴ്സുകളും, ഉദാഹരണത്തിന് BSc നേഴ്സിംഗ്, അല്ലെ ഫിസിയോതെറാപ്പി, അല്ലെ BA SLP, അതായത് ബാച്ചിലേഴ്സ് ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി, ഇങ്ങനെയൊക്കെയുള്ള ഏതാണ്ട് 12-13 പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ LBS സെന്റർ നടത്തുന്ന ഒരു അഡ്മിഷൻ പ്രോസസ്സിലൂടെ വളരെ ഉയർന്ന മാർക്ക് നേടി അഡ്മിഷൻ ഗവൺമെന്റിലും അല്ലാത്തുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ നേടുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് ഒഴിച്ചുള്ള ചില കോഴ്സുകൾ, അതല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ചില മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അങ്ങനെയുള്ളവ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അതിലേക്ക് അഡ്മിഷൻ നേടുവാനായിട്ടുള്ള ഒരു മാർഗവും കൂടി ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. അങ്ങനെയുള്ള ചില കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന് കാർഡിയാക് കെയർ ടെക്നോളജി എന്നുള്ളതാണ്. ഈ ഓരോ കോഴ്സും അതിന്റെ പേരിൽ തന്നെ ആ കോഴ്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് കാർഡിയാക് കെയർ എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ കെയർ നൽകുന്നതിന്, ഒരുപക്ഷെ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുമ്പോൾ, അതല്ലെങ്കിൽ ഈ ഹാർട്ട് അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള പല ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴൊക്കെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ കാർഡിയാക് കെയർ ടെക്നോളജി പഠിച്ചവർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, OT ആൻഡ് AT എന്നൊക്കെ വിളിക്കും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷന് മുമ്പായിട്ട്, അല്ലെ അനസ്തേഷ്യ നടത്തുമ്പോൾ, അല്ലെ ഓപ്പറേഷന് ശേഷം ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെ പേഷ്യന്റിനെ വാച്ച് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിക്കാർ ചെയ്യുന്നത്. മറ്റൊരു കോഴ്സാണ് ഡയാലിസിസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഡയാലിസിസ്, പ്രത്യേകിച്ച് ഈ നെഫ്രോളജി ഡോക്ടേഴ്സിനെയൊക്കെ, കിഡ്നി സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർക്ക് അവരുടെ ചികിത്സയ്ക്ക് നെഫ്രോളജി ഡോക്ടേഴ്സിന് ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് ഈ ഡയാലിസിസ് ടെക്നോളജി എന്നുള്ള ആ ഒരു കോഴ്സിന്റെ പഠനത്തിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റേഡിയോളജി ആൻഡ് ഇമേജ് ടെക്നോളജി, അതൊരു പക്ഷേ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കും. ഈ അസുഖങ്ങൾ ഡയഗ്നോസിസ് ചെയ്യാൻ, മെഡിക്കൽ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് എക്സ്റേ അങ്ങനെയുള്ളവരാണ്, അല്ലെ MRI സ്കാൻ ചെയ്യുക, അല്ലെ അൾട്രാസൗണ്ട് സ്കാന്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഈ റേഡിയോളജി ആൻഡ് ഇമേജ് ടെക്നോളജി, അതൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ഉള്ളവരെ, അങ്ങനെയുള്ള പഠനങ്ങൾ കഴിയുന്നവർക്കായിരിക്കും അങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുക. മെഡിക്കൽ ലാബ് ടെക്നോളജി ഒരുപക്ഷെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കും. മെഡിക്കൽ ലാബുകളിൽ ജോലി ചെയ്യുവാൻ, പ്രത്യേകിച്ച് ഈ ബ്ലഡ്, യൂറിന് ഒക്കെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട്. അപ്പോൾ അവർക്ക് ഈ MLT ഒക്കെ പഠിച്ചവരെ, മെഡിക്കൽ ലാബ് ടെക്നോളജി ഒക്കെ പഠിച്ചവരെ ബ്ലഡ്, യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ജോലികൾ മാത്രമല്ല, അവർക്ക് വലിയ റിസർച്ച് മേഖലയിൽ വരെ അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോലികളാണ് മെഡിക്കൽ ലാബ് ടെക്നോളജി. അതല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ്, പേര് സൂചിപ്പിക്കുന്ന പോലെ ഫിസിഷ്യൻസിനെ, ഡോക്ടേഴ്സിനെ ഈവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട്
ഫിസിഷ്യൻ അസിസ്റ്റന്റുമാർക്ക് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങൾ, ഇതിൽ പ്രത്യേകിച്ച് ഈ അവസാനത്തെ 3 റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, അല്ലെ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഇതൊക്കെ എല്ലാ ആശുപത്രികളിലും, എത്ര വലിയ ആശുപത്രികളിലും എത്ര ചെറിയ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും വരെ ആവശ്യമായിട്ട് വരും, അല്ലെ. അപ്പം അങ്ങനെ നല്ല ഡിമാൻഡുള്ള, അത് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഡിമാൻഡുള്ള കോഴ്സുകളാണ് ഈ മേഖലയിലുള്ള ഈ അലൈഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എന്ന് വിളിക്കാവുന്ന ഇങ്ങനെയുള്ള കോഴ്സുകൾ. ഇത് മാത്രമല്ല, ഒപ്റ്റോമെട്രി, അല്ലെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള പല കോഴ്സുകൾ ഈ മേഖലയിൽ ലഭ്യമാണ്. ഇങ്ങനെയുള്ള കോഴ്സുകൾ കൂടുതലും BSc അല്ലെങ്കിൽ ബിവോക് കോഴ്സുകളായിരിക്കും. BSc എന്നുള്ളത് നമുക്ക് പരിചിതമാണ്, അല്ലെ. എന്നാൽ ബിവോക് എന്നുള്ളതും UGC തന്നെ കൊണ്ടുവന്നിട്ടുള്ള PSCക്കൊക്കെ തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. ഈ ബിവോക്കിന്റെ പ്രത്യേകത ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്ന് പറയും. അതായത് കൂടുതൽ ജോബ് ഓറിയന്റഡ് ആണ് എന്നുള്ളതാണ്. ഇവിടെ തിയറിക്കല്ല, പ്രാക്ടിക്കലിനാണ് ഈ ബിവോക് കോഴ്സുകളിൽ കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് 40% തിയറി, 60% പ്രാക്ടിക്കൽ എന്നുള്ളതാണ് ബിവോക്കിന്റെ ഒക്കെ ഒരു കണക്ക്. അപ്പോൾ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, ജോബ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുവാൻ ഒരു പക്ഷേ ബിവോക്ക് എന്ന കോഴ്സുകൾ ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാം സാധാരണഗതിയിൽ 3 വർഷം 6 സെമസ്റ്ററിന്റെ കോഴ്സുകളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മെഡിക്കൽ അലൈഡ് മേഖലയിലെ പെട്ടെന്ന് ജോലി ലഭിക്കാവുന്ന അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. അപ്പൊ ഇനി ഇത് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ച കോഴ്സുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നൽകിയിരിക്കുന്ന അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് എന്നുള്ളത്. ഈ അൽമാസ് എന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ഹോസ്പിറ്റലുമായിട്ട് അനുബന്ധമായിട്ട് ഉള്ള ഒരു പഠന അവസരമാണ് ഈ അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് എന്നുള്ളത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ അൽമാസ് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ്സും ഇന്റേൺഷിപ്പും ഒക്കെ ചെയ്യുവാനായിട്ട് അവസരങ്ങളുണ്ട്. ഈ അൽമാസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 550 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. 100ഓളം ഡോക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ഹോസ്പിറ്റലാണ്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു അഡ്മിഷൻ എടുത്തിട്ട് ഒരു സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് തന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്സ് ആരംഭിക്കും. ഫസ്റ്റ് ഇയറിലെ കൂടുതലും ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആയിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് റിലേറ്റഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പം ഈ അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസിൽ ലഭ്യമായിരിക്കുന്നത് ബിവോക് ആണ്. അത് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ A++ നാക്കിന്റെ A++ കിട്ടിയിട്ടുള്ള ഒരു ഹൈ റേറ്റിംഗ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവരുടെ കീഴിലുള്ള ബിവോക് കോഴ്സുകളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. ഹോസ്റ്റൽ പോലെയൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പം +2-നൊക്കെ ഒരു മിനിമം 55% മാർക്കുള്ളവർക്കൊക്കെ ഈ പഠനങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കണ്ടത്, ഇവിടെ ഈ ബിവോക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൂടി ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ UK സ്കിൽ ഫെഡറേഷന്റെ ഒരു സർട്ടിഫിക്കേഷൻ, അതിനോടൊപ്പം ഈ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒക്കെ സർട്ടിഫിക്കേഷനുകളൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദേശ അവസരങ്ങളിലെ UK അവസരങ്ങളിലേക്കൊക്കെ എത്തുവാൻ ഒരുപക്ഷെ കുറേം കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു സ്ഥാപനമാണ് ഈ അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് എന്നുള്ളത്. അപ്പം പാരാമെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അതേപോലെ അത് പഠിക്കുവാനായിട്ട് ഒരു സ്ഥാപനം ഞാൻ മനസ്സിലാക്കിയത് അൽമാസ് കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്, ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അധികൃതരുമായിട്ട് ബന്ധപ്പെടുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കി, ഫീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതേപോലെ ഈ മേഖലയിലെ സ്കോപ്പ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർ ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് +2 ബയോളജി ഒക്കെ പഠിച്ചിട്ട് പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് മേഖലകളിലേക്കൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി
കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.